ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ നല്ല നമ്പർ 9 സ്ട്രൈക്കർമാരുടെ അഭാവം അനുഭവിക്കുന്ന ക്ലബ്ബാണ് FC ബാഴ്സലോണ. പറയാൻ കാരണം അവിടെ റോബർട്ട് ലെവൻഡോസ്കി ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ്. അത് ഇനി ബാഴ്സലോണ പുതുക്കിയേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല ലെവൻഡോസ്കിയുടെ പകരമായിക്കൊണ്ട് ഒരു പ്രോപ്പർ നമ്പർ 9 സ്ട്രൈക്കറെ ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് ലഭ്യമല്ല. ഫെറാൻ ടോറസ് അവിടെയുണ്ട്, പക്ഷെ അദ്ദേഹം ഒരു ട്രഡീഷണൽ സ്ട്രൈക്കർ അല്ല. എന്നാൽ വരുന്ന സമ്മറിൽ ഒരു മികച്ച സ്ട്രൈക്കറെ കൊണ്ടുവരാൻ FC ബാഴ്സലോണക്ക് പദ്ധതിയുണ്ട്. നേരത്തെ വിക്ടോർ റോക്കിനെ അവർ കൊണ്ടുവന്നിരുന്നു, പക്ഷെ ഉടൻ തന്നെ അദ്ദേഹത്തെ കൈവിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരുപാട് പേരുകൾ ഈ ഒരു സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സ്കൈ സ്പോർട്സ് ഒരു റൂമർ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ബുണ്ടസ് ലീഗ സ്ട്രൈക്കറായ ഫിസ്നിക് അസ്ലാനിയെ സ്വന്തമാക്കാൻ ഇപ്പോൾ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. താരത്തിന് പൊതുവെ വില കുറവാണ്. അതായത് 30 മില്യൺ യൂറോക്ക് താഴെ മാത്രമേ ഫിസ്നിക് അസ്ലാനിയുടെ ഒരു വില വരികയുള്ളൂ. ജർമ്മൻ ക്ലബ്ബായ ഹോഫൻഹൈമിന് വേണ്ടിയാണ് ഈ സ്ട്രൈക്കർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൊസോവോ താരമാണ്. മികച്ച പ്രകടനമാണ് സമീപകാലത്ത് അദ്ദേഹം പുറത്തെടുക്കുന്നത്. അതായത് ഈ ബൂണ്ടസ് ലീഗയിൽ 6 മത്സരങ്ങൾ ഹോഫൻഹൈമിന് വേണ്ടി കളിച്ച താരം 4 ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ കൊസോവോ സ്വീഡനെ പരാജയപ്പെടുത്തിയിരുന്നു. ആ മത്സരത്തിൽ വിജയ ഗോൾ നേടിയത് ഈ സ്ട്രൈക്കറാണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് ഈ ഒരു താരം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ FC ബാഴ്സലോണയ്ക്ക് ഫിസ്നിക്കിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വില കുറവാണ് എന്നതാണ് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം. പക്ഷെ ലാപ്പോർട്ടയ്ക്ക് വേണ്ടത് നല്ല ഒരു സ്റ്റാർ മെറ്റീരിയലിനെയാണ്. അതായത് ഹൂലിയൻ ആൽവറസ്, ഏർലിംഗ് ഹാലൻഡ് എന്നിവരൊക്കെ അവർ പരിഗണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ഫിസ്നിക്കിനെ FC ബാഴ്സലോണ കൊണ്ടുവരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോ പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്ട്രൈക്കർമാരോട് ഒരു അമിതമായ അഭിനിവേശം വേണ്ട എന്നുള്ളതാണ്. അതായത് ഫെറാൻ ടോറസ് അവിടെയുണ്ട്, അദ്ദേഹത്തെ വേണമെങ്കിൽ ഭാവിയിലേക്ക് ഉപയോഗപ്പെടുത്താം. ഒരു ട്രഡീഷണൽ സ്ട്രൈക്കർ ഇല്ലാതെയാണ് PSG UCL നേടിയത് എന്നൊക്കെയാണ് ഡെക്കോ പറഞ്ഞിരുന്നത്. അതായത് ഒരു നല്ല നമ്പർ 9 സ്ട്രൈക്കറെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഡെക്കോ ഉറപ്പൊന്നും നൽകിയിരുന്നില്ല. പക്ഷേ ലാപ്പോർട്ടയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അതിജീവനത്തിന്റെ മാർഗമാണ്. കാരണം പുതിയ പ്രസിഡന്റ് ഇലക്ഷൻ വരികയാണ്. അതിനു മുന്നേ നല്ല ഒരു താരത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.